ഈ ഒരു ഡീല് നമുക്ക് 3 പേർക്കിടയിൽ മാത്രമായിരിക്കണം. ഞങ്ങളിൽ നിന്ന് ഇത് പുറത്തു പോകില്ല സാർ. പണം ഇപ്പൊ തന്നെ ക്രെഡിറ്റ് ആവും. ഇനിയുള്ള കാര്യം നമുക്ക് ഫോണിൽ മതി. വരൂ. ഗുഡ് മോർണിംഗ് സാർ. വരൂ, ഇരിക്കൂ. ഇരിക്കൂ. വളരെ പേഴ്സണലായിട്ട് സാറിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. പറയൂ. എന്റെ പേര് സത്യവതി, പുഴയോരം വീട്ടിലെ സത്യവതി. ജയിലിൽ കിടക്കുന്ന അനിയൻ കുഞ്ഞിന്റെ ചേച്ചിയാണ് സാർ. ഓ, ഐ എം റിയലി സോറി. നിങ്ങൾ കേസ് ഏൽപ്പിക്കാനോ മറ്റോ വന്നാണെങ്കിൽ അത് നടക്കില്ല. കാരണം നിങ്ങളുടെ എതിർകക്ഷി കൃഷ്ണയുടെ കേസ് വാദിക്കുന്നത് ഞാനാ. അതറിയാം സാർ. അറിഞ്ഞിട്ട് തന്നെയാ വന്നത്. അറിഞ്ഞിട്ട് വന്നെന്നോ? കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയാം സാർ. സാർ അവൾക്ക് വേണ്ടി വാദിച്ചോളൂ. പക്ഷേ നമ്മൾ തമ്മിലൊരു ധാരണയുണ്ടാവണം. എന്ത് ധാരണ? എന്റെ എത്തിക്സിനെതിരായിട്ട് ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാനത് ചെയ്യാറുമില്ല. അവള് സാറിന്റെ ഫീസ് തന്നു എന്ന് എനിക്കറിയാം. പക്ഷെ അതെങ്ങനെയാണെന്ന് കൂടി സാറൊന്നറിയണം. നാട് മുഴുവൻ നടന്ന് പിരിച്ചെടുത്തതാ. ഇനി അടുത്ത തവണ സാറ് പണം വേണോന്ന് പറയുമ്പോ 5 പൈസ തരാൻ അവരെ കൊണ്ട് പറ്റില്ല. അവള് പണം തരാതെ അവൾക്ക് വേണ്ടി സാർ കോടതിയിൽ ഹാജരാകുമോ? ഇതൊക്കെ ഇപ്പൊ ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യം എന്താ? സാർ, അവരോട് സാറ് പറഞ്ഞിരിക്കുന്ന ഫീസിന്റെ 10 ഇരട്ടി ഞാൻ സാറിന് തരാം. അതില് എത്ര പണം അഡ്വാൻസ് വേണമെന്ന് സാറിന് തീരുമാനിക്കാം. അത് വൈകുന്നേരത്തിനുള്ളിൽ സാറിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കും. അല്ല, പണമായിട്ട് വേണമെങ്കിൽ അതങ്ങനെയും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? സാറേ, സാറൊന്ന് കണ്ണടച്ചാലേ ഇതങ്ങ് നടക്കും. പിന്നെ ഞങ്ങൾ പറഞ്ഞ സംഖ്യ കുറവാണെങ്കിലേ എത്രയാ വേണ്ടതെന്ന് സാറ് ഫിക്സ് ചെയ്തു. കേസിൽ ഞങ്ങൾ വേറെ അഡ്വക്കേറ്റിനെ വെച്ചോളാം. സാർ അവരുടെ കേസ് തന്നെ വാദിച്ചോളൂ. പക്ഷേ അനിയൻ കുഞ്ഞ് ജയിലിൽ നിറങ്ങാതിരിക്കാനുള്ള ഉപായങ്ങള് മറ്റാരും അറിയാതെ സാറ് ചെയ്യണം. എന്റെ പേരിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കേസാ. ഞങ്ങളൊരു 50 lakhs സാറിന് ട്രാൻസ്ഫർ ചെയ്യട്ടെ, ഒരു 5 മിനിറ്റിനുള്ളിൽ. ചെയ്യാം അല്ലേ സാർ? ഈ ഒരു ഡീല് നമുക്ക് 3 പേർക്കിടയിൽ മാത്രമായിരിക്കണം. ഞങ്ങളിൽ നിന്ന് ഇത് പുറത്തു പോകില്ല സാർ. പണം ഇപ്പൊ തന്നെ ക്രെഡിറ്റ് ആവും. ഇനിയുള്ള കാര്യം നമുക്ക് ഫോണിൽ മതി. അപ്പോ ശ്രീനിവാസിന് വേണ്ടി ഞാൻ വാദിക്കുന്നു. അതിലേക്ക് നിങ്ങൾക്ക് കയറാനുള്ള മാർഗം ഞാൻ തുറന്നിട്ട് തരുന്നു. നിങ്ങളുടെ അഡ്വക്കേറ്റിനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ. താങ്ക് യു സാർ. പണം എങ്ങനെ വേണമെന്ന് ഞാൻ പറയാം. ശരി സാർ. ഓക്കെ. ഓക്കെ, സന്തോഷം. ശരി മൂർത്തി.
എന്തു പറ്റി? താൻ ഇറങ്ങ്. ആ. എന്താ നവീൻ? താൻ അത് കണ്ടോ? അവിടെ ഇരിക്കുന്ന ആ പൈനാപ്പിൾ കണ്ടോ? ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത്. അത് തനിക്ക് ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാ. പക്ഷേ ഒട്ടും ഹൈജീനിക് അല്ലാത്ത അറ്റ്മോസ്ഫിയറിൽ എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. എന്തു പറ്റി തനിക്ക്? എന്തു പറ്റാൻ? ഞാനിങ്ങനെ തന്നെയാണല്ലോ. ഏയ്, താൻ ഇങ്ങനെയല്ല. പ്രത്യേകിച്ചും അവരെ പോലുള്ള പാവങ്ങളുടെ കാര്യത്തിൽ. എവിടെയൊക്കെ പോയാലും അവരെ പോലുള്ള ആളുകളെ സഹായിക്കാണല്ലോ തൻ്റെ രീതി. എന്നിട്ടിപ്പോൾ എന്തു പറ്റി? ഓ അതോ, നവീൻ ഇതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു. അതാ. എന്നെ പരീക്ഷിച്ചതാണല്ലേ? ഉം. താൻ വാ, നമുക്ക് അവനൊന്ന് ഹെൽപ്പ് ചെയ്യാം. ഇത്രയും ചെറുപ്പത്തിൽ അവനിങ്ങനെ തെരുവിൽ വന്നിരിക്കണമെങ്കിൽ അവൻ്റെ സിറ്റുവേഷൻ എന്തായിരിക്കും? വളരെ മോശമായിരിക്കും അല്ലേ? മോനെ, ഒരു പൈനാപ്പിള്. ആഹാ, എന്താ ടേസ്റ്റ്! കഴിക്കണം.